ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒമ്പതാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് കിട്ടിയ ഒഫീഷ്യൽ വോട്ട് എത്രയാണെന്ന് ഇവിടെ പരിശോധിക്കുകയാണ്. ഇതുപോലെയുള്ള ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. 8 ആളുകളാണ് ഇത്തവണ എവിക്ഷൻ ലിസ്റ്റിൽ ഉള്ളത്. അതായത് അവിടെയുള്ള വലിയ താരങ്ങളെല്ലാവരും, ഇപ്പോൾ അനുമോളായാലും നൂറയായാലും ലക്ഷ്മിയായാലും ജിസയിലായാലും അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം എവിക്ഷൻ ലിസ്റ്റിൽ വന്ന ഇതിൽ ഒന്നാം സ്ഥാനം തുടരുന്നത് നമ്മുടെ അനുമോളാണ്. അനുമോൾ കിട്ടിയിരിക്കുന്ന വോട്ട് 64,200 വോട്ടാണ്. 64,200 വോട്ടുകളുടെ കൂടി ശക്തമായിട്ടുള്ള പ്രേക്ഷക പിന്തുണയോടെ കൂടി ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറുകയാണ് അനുമോൾ. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് അനുമോൾ എവിക്ഷന് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഇത് കാണാം. 2ാം സ്ഥാനത്തുള്ള നൂറയ്ക്ക് കിട്ടിയത് 52,300 വോട്ടാണ്. നൂറയും ഈ പറഞ്ഞതുപോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മത്സരാർത്ഥിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയുന്ന അപൂർവം ചില മത്സരാർത്ഥികളിൽ ഒരാളാണ് നമ്മുടെ നൂറ. 3ാം സ്ഥാനത്തുള്ള ലക്ഷ്മിക്ക് 47,500 വോട്ടാണ്. ലക്ഷ്മി കാര്യമായിട്ടുള്ള കണ്ടന്റ് ഒന്നും അവിടെ കൊടുക്കുന്നില്ലെങ്കിൽ പോലും ലക്ഷ്മിക്ക് വന്ന ആഴ്ചകളിൽ ഉണ്ടായിരുന്ന ആ വോട്ട് ബാങ്ക് അതേ രീതിയിൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്ന തെളിവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ 47,500 വോട്ട്. 4ാം സ്ഥാനത്തുള്ള ജിസേലിന് കിട്ടിയിരിക്കുന്നത് 44,000 വോട്ടാണ്. ഇന്നലെ ജിസേലിൻ്റെ അമ്മ വന്നു പോയതിനു ശേഷം വോട്ടിങ്ങിൽ കാര്യമായ രീതിയിലുള്ള പുരോഗതി ഉള്ളതായി തോന്നുന്നുണ്ട്. 44,000 വോട്ടോട് കൂടി 4ാം സ്ഥാനത്തേക്ക് മുന്നേറിയിരിക്കുകയാണ് നമ്മുടെ ജിസേലും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു വരുന്ന മത്സരാർത്ഥിയാണ്. 5ാം സ്ഥാനത്തുള്ള നെവിന് കിട്ടിയിരിക്കുന്നത് 42,100 വോട്ടാണ്. നെവിനും ഈ പറയുന്നത് പോലെ ഒരു എൻ്റർടൈനറാണ്. നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഒരാളാണ്. വലിയ രീതിയിലുള്ള ആർമി ഫാൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു നല്ല തമാശക്കാരൻ എന്ന രീതിയിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നെവിനെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുന്നു. 6ാം സ്ഥാനത്തുള്ള ആദിലയ്ക്ക് കിട്ടിയിരിക്കുന്നത് 37,800 വോട്ടാണ്. ആദിലയുടെ കാര്യം ഡേഞ്ചർ സോണിലാണ്. കാര്യം ആദില കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ടുള്ള പെർഫോമൻസ് ഒന്നും പ്രേക്ഷകർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നതിന് തെളിവാണ് ആദിലയുടെ വോട്ട് കുത്തനെ ഇടിഞ്ഞ് താഴേക്ക് പോകാനുള്ള കാര്യം എന്നാണ് മനസ്സിലാക്കുന്നത്. 7ാം സ്ഥാനത്തുള്ള ആകാശ് സാബുമാന് കിട്ടിയിരിക്കുന്നത് 35,600 വോട്ടാണ്. ഈ ആകാശ് സാബുമാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ 0 കണ്ടന്റ് കൊടുത്തിട്ട് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് തന്നെ ഒരു മഹാത്ഭുതമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 35,600 വോട്ടുകളുടെ കൂടി ഡേഞ്ചർ സോണിലാണ് സാബുമാൻ. ഏറ്റവും അവസാന സ്ഥാനത്തുള്ള ഒനീൽ സാബുവിന് കിട്ടിയത് 31,400 വോട്ടാണ്. ഒനീൽ സാബുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ വീട്ടിൽ ഇതിന് മുമ്പേ പോകേണ്ട ആളായിരുന്നു ഒനീൽ സാബു. ഒനീൽ സാബുവിനേക്കാളും നന്നായിട്ട് ഗെയിം കളിക്കുന്ന പല ആൾക്കാരും ഇപ്പോൾ വീട്ടിലിരുന്ന് ഗെയിം കാണുകയാണ്. എന്നാൽ ഇപ്പോഴും ഭാഗ്യത്തിൻ്റെ പുറത്ത് ഒനീൽ സാബു അവിടെ പിടിച്ചു നിൽക്കുകയാണ്. എന്തായാലും ഈ ആഴ്ച പോകുമെന്ന് നമുക്ക് കരുതാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിൻ്റെ മത്സരത്തിൻ്റെ ഏറ്റവും അന്തിമമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് 2ാം പകുതി തുടങ്ങി 50 ദിവസം പിന്നിട്ടതിന് ശേഷം ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ ഫാമിലി വീക്കും എല്ലാം വന്നതോടുകൂടി തന്നെ ആൾക്കാർക്ക് പുറത്തെല്ലാ കാര്യങ്ങളും മനസ്സിലായി ശക്തമായ രീതിയിൽ മത്സരം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങൾ വോട്ട് ചെയ്ത് അവിടെ നിലനിർത്തണം. ഇതുപോലെയുള്ള ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ എക്സ്ക്ലൂസീവ് ലൈവ് അപ്ഡേറ്റുകൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ മല്ലു സ്പീക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.